ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രമേശ് പൊക്രിയാൽ നിഷാങ്കിന്റെ ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു നീറ്റ് 2021ന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്ന്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. പക്ഷേ CBSE 2021ന്റെ 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെയും ഡേറ്റുകളാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് May 4th പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽസ് March 1 നടക്കുന്നത്. ഈ രണ്ട് ഡേറ്റുകളാണ് ഇന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. CBSEയുടെ തിയറി എക്സാം May 4th സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർച്ചിലാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ കേരളയുടെ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് March 17th. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏപ്രിലുമായിരിക്കും നടക്കുന്നതെന്നാണ് അനൗൺസ്മെന്റ് ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. അതിന്റെ ടൈം ടേബിൾ എല്ലാം തന്നെ വന്നു കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ലൈവിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു നീറ്റ് 2021ന്റെ ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്യുമെന്ന്. പക്ഷേ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രമേശ് പൊക്രിയാൽ അനൗൺസ് CBSE എക്സാം ഡേറ്റ് 2021. അതായത് CBSE ക്ലാസ് 10ാം ക്ലാസ് 12ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാംസുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. May 4 സ്റ്റാർട്ട് ചെയ്ത് June 10 വരെയാണ് എക്സാമിനേഷൻ. ഫർദർ ആയിട്ട് അതിന്റെ ടൈം ടേബിൾ എല്ലാ ഡീറ്റെയിൽസുകളും CBSEയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. cbse.nic.in എന്ന വെബ്സൈറ്റിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഡേറ്റുകൾ മാത്രമാണ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻ March 1 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെയും പ്രാക്ടിക്കൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ ആദ്യം പ്രാക്ടിക്കലാണ്, അതിനുശേഷമാണ് തിയറി എക്സാം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും കൂടി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. July 15th CBSEയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നും കൂടിയുള്ള ഡേറ്റും കൂടി അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ തന്നെ CBSEയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നീറ്റ് 2021ന്റെ ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, CBSE ബോർഡ് എക്സാമിന് ശേഷം ആവാനാണ് സാധ്യത നീറ്റ് 2021ന്റെ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ജൂണിലായിരിക്കാം വരുന്ന ഒരു സാധ്യത കാണുന്നത്. ഒപ്പം നമ്മുടെ JEE 4 തവണ നടക്കുന്നത് കൊണ്ട് തന്നെ JEE Main 4 തവണ നടക്കും എന്നുള്ള ഡേറ്റുകൾ ഒക്കെ തന്നെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതിന്റെ ഡബിൾ ആയിട്ട് വരുന്ന 15 to 16 lakh സ്റ്റുഡൻസ് എഴുതുന്ന നീറ്റ് എക്സാമിനേഷന്റെ നീറ്റ് എക്സാം 2 തവണ നടക്കുമെന്നാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഒന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ അല്ല കുട്ടികളെ. അതുകൊണ്ട് തന്നെ ഈ 2 തവണ നമുക്ക് ഓഫ്ലൈൻ നടത്തുക വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആക്കും എന്നുള്ള പല ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കത് ഒഫീഷ്യൽ ആയാൽ മാത്രമേ അത് അനൗൺസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും വറീഡ് ആവേണ്ട. ബി കോൺഫിഡന്റ്. നമ്മൾ നീറ്റ് 2021 ക്രാക്ക് ചെയ്യും. നമ്മൾ അതിൽ 700+ നേടുമെന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസം നമ്മൾ മുന്നോട്ട് കുതിക്കുക. നമുക്ക് എന്തായാലും ഈ വർഷം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി നമുക്കൊരു നല്ല MBBS ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ ഹാർഡ് വർക്കിങ്ങോടുകൂടി തന്നെ നമ്മൾ മുന്നേറുക. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് സിലബസും അതുപോലെ തന്നെ ഒരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള ടൈം ടേബിളോട് കൂടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ലൈൻ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. അതും കൂടി ഉണ്ടെങ്കിൽ തന്നെ ബയോളജിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാവുന്നതാണ്. ബാക്കി നിങ്ങൾക്ക് റെഫറൻസ് ബുക്കുകളോട് കൂടിയിട്ടും നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ NTA സൈറ്റിൽ തന്നെയുണ്ട് ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ തന്നെ. ഇതെല്ലാം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു വെൽ ഡിഫൈൻ ആയിട്ടുള്ള ഒരു ടൈം ടേബിളും കൂടി സെറ്റ് ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുക. നമ്മുടെ സ്റ്റഡി ടൈം കൂട്ടുക. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുക. നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയാസുകളൊക്കെ തന്നെ ഒരു 5 months നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു നല്ല സ്കോറിംഗ് നീറ്റായാലും JEE ആയാലും നല്ലൊരു സ്കോറിംഗ് നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. ഒരു 5 to 6 months നിങ്ങൾ ഹാർഡ് വർക്കിംഗ് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് ഇത്ര റാങ്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് മാത്രമേ ഇതിനുള്ള ഒറ്റ ഫോർമുല ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എത്ര തവണ ഇത് റിവൈഷൻ നടത്താൻ സാധിക്കും അത്രയും വളരെ ബെറ്ററാണ്, നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു നീറ്റ് 2021 നല്ലൊരു സ്കോറിംഗ് കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു സന്തോഷം അതാണ് നമുക്ക്. കാരണം നമ്മൾ ഇനി അടുത്തുള്ള നിങ്ങളുടെ നീറ്റ് 2021 എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാവും. നിങ്ങൾക്ക് നീറ്റ് 2021 ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകൾ ചോദിക്കാവുന്നതാണ്. കമന്റ് ബോക്സിലൂടെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കല്ലേ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.